അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സ്നേഹത്തോടെ നിങ്ങളൊന്ന് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. 3 ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കില്ലെന്നാണ്. ആ 3 ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു പോകാം. ആരെങ്കിലും ഈ വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയം മുതൽ അതൊന്ന് പരിഹരിക്കപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തത് മദ്യപാനിയാണ്. മദ്യം കഴിച്ച് അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ. അയാൾ മുസ്ലിമാണെങ്കിലും സ്വർഗ്ഗം അയാൾക്ക് ഹറാമാണ്. രണ്ടാമത്തെ മനുഷ്യൻ മക്കളാണ്. ആരാണ് ആ മക്കൾ? മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടായിരിക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുക അത്ര കണ്ട് ഗൗനിക്കാതെ മുന്നോട്ട് പോയ മക്കൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നമ്മളൊരു കഥയിൽ പറയാറുണ്ട്, ഒരു അമ്മുമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അവിടെ ആക്കിയതിന് ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം മകനെ വിളിക്കുന്നുണ്ട് അമ്മുമ്മ. എന്താ എന്ന് ചോദിക്കുന്ന മകൻ്റെ ആ മറുപടിക്ക് അമ്മുമ്മ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, മോനെ ഒന്ന് വരണം, ചെറിയൊരു ആവശ്യമുണ്ട്, ഒന്നുമില്ല, പെട്ടെന്ന് തിരക്കില്ലെങ്കിൽ വന്നു പോകാമെന്ന് പറയുന്നതുണ്ട്. ആ അമ്മൂമ്മയെ വിളികേട്ട് സ്വന്തം മകൻ ആ വൃദ്ധസദനത്തിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മൂമ്മ എന്താ അങ്ങക്ക് പ്രയാസമുണ്ടോ? അപ്പോൾ അമ്മൂമ്മ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, നീ എൻ്റെ മകനാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഒന്ന് പറയാനുള്ളത്, ആ അമ്മയ്ക്ക് വയ്യാതായിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്, അപ്പോൾ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മോനെ, ഇവിടെ ഒരു ഫ്രിഡ്ജ് വേണം, ഒരു ഫാന് വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ റൂമിനൊരു സ്വസ്ഥത ഉള്ളൂ. ഞാൻ എത്രയോ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ലഭിക്കുന്ന ആ ഫുഡ് ഫ്രിഡ്ജില്ലാത്തതിൻ്റെ ആ ഒരു പ്രയാസം കൊണ്ട് ഭക്ഷണം വേസ്റ്റായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കൊതുകുകളൊക്കെ ഇവിടെ ഉണ്ട്. പല കടികളും പല ദിവസങ്ങളായിട്ട് കൊണ്ടതിൻ്റെ പേരിൽ ഉറക്കം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഫാനും ഇവിടെ വാങ്ങണം. അമ്മൂമ്മയോട് വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മൂമ്മ നിങ്ങൾക്ക് മരണം എന്നുള്ളത് നിങ്ങൾ പറയുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങക്ക് എന്താ ആവശ്യം? അപ്പോൾ പറഞ്ഞു, മോനെ, ഈ സമയം വരെ അമ്മുമ്മയാണ് ഈ മുറിയിൽ കിടന്നത്. നാളെ നിൻ്റെ മക്കളുണ്ടല്ലോ, അവർ നിന്നെ പിടിച്ച് കൊണ്ടാക്കുമ്പോൾ ഈ ത്യാഗങ്ങളൊന്നും നിനക്കത്ര കണ്ട് സഹിക്കാനാവില്ല. അത് കേട്ടിട്ട് അത് ആലോചിച്ചിട്ട് എൻ്റെ മനസ്സ് ഒന്ന് വിങ്ങി പൊട്ടിപ്പോയപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞതാണ്. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരുടെ കുടുംബ ബന്ധം എത്രമേൽ ആ വലിയ കഠിനമായിട്ടുള്ള ഒരു ജീവിത രംഗത്തിലൂടെയാണ് മുന്നോട്ട് പോയതെന്നുള്ളത്. അമ്മുമ്മ ഇവിടെ മരിക്കാൻ കിടക്കുമ്പോൾ മകനോട് പറയുന്നു, ഇവിടെ ഇതൊക്കെ ചെയ്യണം, നീ വന്ന് കയറി ഇവിടെ കിടക്കുമ്പോൾ അമ്മുമ്മ സഹിച്ചതുപോലെ നിനക്ക് സഹിക്കാൻ കഴിയില്ല. എവിടെയാണ് വൃദ്ധസദനത്തിൽ? നിൻ്റെ മക്കളും നിന്നെ പിടിച്ചിങ്ങനെ കൊണ്ടാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ വാത്സല്യത്തോടുകൂടെ വളർത്തേണ്ടതാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ വാത്സല്യം കൂടിപ്പോകുമ്പോൾ പ്രതിസന്ധി മുളപൊട്ടി ഉയർന്നു വരും. അവിടെ നിങ്ങൾക്ക് മക്കളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമതൊരു വിഭാഗം, സ്വന്തം മക്കൾ എല്ലാ തമ്മാടിത്തവും ചെയ്യുന്നത് കണ്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ഉമ്മയും വാപ്പയും. ഈ ഉമ്മക്കും വാപ്പക്കും സ്വർഗം ഹറാമാണ്. എന്തുകൊണ്ട്? മക്കൾ അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് ഒരുപാട് ചീത്തയായ കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഒറ്റ വാക്കിൽ പറയും, റീൽസ് അല്ലേ, ഷോർട്സ് അല്ലേ, മക്കളല്ലേ. ഒന്നോർത്തോ, നമ്മൾ എത്ര ഹജ്ജാജിമാരായിട്ടും അജ്ജുമയായിട്ടും ഒരു ഫലവും കിട്ടൂല. അള്ളാഹു താല നമുക്ക് മക്കളെ കാരണം കൊണ്ട് സ്വർഗം ഹറാമാക്കിയേക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ സ്നേഹത്തോടെ കൂടെ മാത്രമാണ് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. എവിടെയെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.